എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. ബ്രേക്കിങ്ങിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഹോണ്ട ക്ലൈം ചെയ്യുന്ന മൈലേജ് 55 ആണെങ്കിലും ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടിയിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പില്ലിയന് അത്ര കംഫർട്ടബിൾ അല്ല. ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹോണ്ടയുടെ കമ്പ്യൂട്ടർ കിങ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹോണ്ട യൂണിക്കോൺ 160 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ബൈക്കിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് യൂസർ റിവ്യൂയും അടുത്തൊരു വീഡിയോയിൽ ഈ വണ്ടിക്ക് ഇതുവരെ റിപ്പോർട്ടിലെ ഇഷ്യൂസും അതിന് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ വണ്ടി കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുണ്ട്. 300 കിലോമീറ്റർ കൂടുതൽ ഞാൻ ഓടിയിട്ടുണ്ട്. അതിൽ 75% സിറ്റിയിലാണ് ഓടിച്ചത്. ഓഡോമീറ്റർ 10,000 കിലോമീറ്റർ കൂടുതൽ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോയുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണറിൻ്റെ ഫീഡ്ബാക്കും കൂടി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്കാദ്യം വണ്ടിയുടെ ലുക്സിനെ പറ്റി പറയാം. BS3 മോഡൽ മുതലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് വണ്ടി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു തവണ ഈ ഒരു ഡിസൈൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പുതിയൊരു ഡിസൈനായിട്ട് ഹോണ്ട വന്നെങ്കിലും അതധികം ക്ലച്ച് പിടിക്കാതെ പോയി. പിന്നീട് വീണ്ടും ഹോണ്ട ഈ ഡിസൈൻ തന്നെ റീലോഞ്ച് ചെയ്യാനുണ്ടായത്. ഈ വണ്ടിക്ക് കമ്പ്യൂട്ടർ കിങ് എന്നുള്ള വിശേഷണം കിട്ടുന്നതിൻ്റെ പ്രധാന ഒരു കാരണത്തിലൊന്ന് തന്നെയാണ് ഈ വണ്ടിയുടെ ലുക്സ് എന്ന് പറയുന്നത്. വണ്ടി ഇറങ്ങി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ ഒരു ലുക്ക് ഇപ്പോഴും അപ്ഡേറ്റഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ലുക്ക് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. BS6 വന്നപ്പോൾ വണ്ടിയുടെ ലുക്കിൽ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പഴയ വണ്ടികൾ യൂസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ സ്പോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരുള്ളൂ. ആദ്യത്തേത് നമ്മുടെ എഞ്ചിനാണ്. എഞ്ചിൻ 160cc മാറിയപ്പോൾ എഞ്ചിൻ ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കാറ്റലിറ്റിക് കൺവെർട്ടർ വരുന്നുണ്ട്. അതുപോലെ ക്രാഷ് ഗാർഡിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ഉള്ള ഒരു ക്രാഷ് ഗാർഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിലോട്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയും ചെറിയൊരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പഴയ സെയിം ലുക്ക് തന്നെ ഇപ്പോഴും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും പഴയതുപോലെ തന്നെ ഹാലജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഹാൻഡിൽ ബാർസിൽ മാറ്റങ്ങളൊന്നുമില്ല, മിറേഴ്സിൽ മാറ്റങ്ങളില്ല, സ്വിച്ചസിൻ്റെ പൊസിഷനിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏറ്റവും മാറ്റം വരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ്. ഇപ്പോഴും ആ ഒരു BS3 സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ABSൻ്റെയും എഞ്ചിൻ മാൽ ഫംഗ്ഷൻ്റെയൊക്കെ ഒരു വാർണിംഗ് ലൈറ്റ് വന്നൊന്നല്ലാതെ വേറെ ഒരു മാറ്റം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ചിലപ്പോൾ ആ ഒരു പഴയ ക്ലാസിക് ടച്ച് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഹോണ്ട ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ പുതിയൊരു അപ്ഡേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സീറ്റിലോട്ട് വരുമ്പോൾ സീറ്റും പഴയ അത് ലെങ്തി ആയിട്ടുള്ള അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റ് തന്നെയാണ്. റിയർ സെക്ഷനിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ടെയിൽ ലാമ്പ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ടയേഴ്സിൻ്റെ സൈസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ 2022 BS6 യൂണിക്കോണിൽ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫാണ്. മുമ്പ് അതില്ലായിരുന്നു. ഇപ്പോൾ അത് സെൻസർ സൈഡ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റോ ഒന്നും തന്നെ സ്പീഡോമീറ്ററിൽ വന്നിട്ടില്ല. ആദ്യം നമുക്ക് വണ്ടിയുടെ എർഗോണോമിക്സിനെ പറ്റി സംസാരിക്കാം. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 798 mm. എൻ്റെ ഹൈറ്റ് 173 cm. അപ്പോൾ എൻ്റെ രണ്ട് കാലം എനിക്ക് നല്ല രീതിയിൽ തന്നെ തറയിൽ ഊന്നിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 165 മുതൽ ഒരു 178 അല്ലെങ്കിൽ 180 വരെയുള്ള ആൾക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഈ വണ്ടിയിലിരിക്കുന്നത്. ഹാൻഡിൽ പിടിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലും സ്ട്രെസ്ഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് റൈഡ്സ് പോകാനായാലും സിറ്റിയിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചാലും ബാക്ക് പെയിനിനെ പറ്റിയൊരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഹാൻഡിൽ ബാർസ് കുറച്ച് വൈഡാണ്, റൈഡർ സൈഡിലോട്ട് കുറച്ച് ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ ബെറ്റർ കൺട്രോളും സിറ്റീസിൽ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ റൈഡിംഗ് പോസ്ചർ എന്ന് പറയുന്നത് ഒരു പക്ക കമ്പ്യൂട്ടർ ബൈക്കിന് ചേർന്ന് തന്നെയാണ്. ഇനി എഞ്ചിനിലോട്ട് വരുമ്പോൾ ഇതൊരു 4-stroke സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് SI ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 12.91 PS അറ്റ് 7500 RPM. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 14 Nm അറ്റ് 5500 RPM. 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. എഞ്ചിൻ വളരെ സ്മൂത്തും റിഫൈൻഡുമാണ്. ഐഡിയലായിരിക്കുന്ന സമയത്ത് എഞ്ചിൻ റണ്ണിങ് ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് ഡൗട്ട് തോന്നും. അത്രയ്ക്ക് റിഫൈൻഡാണ് ഈ ഒരു എഞ്ചിൻ. അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ടും വളരെ സൈലൻ്റാണ്. ഇനി ക്ലച്ചിലോട്ട് വരുമ്പോൾ ക്ലച്ച് വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റി റൈഡ്സ് നമുക്ക് കുറേ കൂടി കംഫർട്ടബിളും കുറേ കൂടി ഈസി ആയിരിക്കും. നല്ല രീതിയിലുള്ള ഇനിഷ്യൽ പുള്ളാണ് വണ്ടി നമുക്ക് തരുന്നത്. അപ്പോൾ സിറ്റീസിലായാലും ഹൈവേസിലായാലും വണ്ടി നല്ല രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് മറ്റു വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വണ്ടി ഇത്രയും ഓടിച്ചിട്ട് ഒരു തവണ പോലും എനിക്കൊരു ഫാൾസ് ന്യൂട്രൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിലും ഒരു തരത്തിലുള്ള ഒരു ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ മികച്ച റിഫൈൻമെൻറ്റും ഇനിഷ്യൽ പുള്ളും ലൈറ്റായിട്ടുള്ള ക്ലച്ചും സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സും ഇത്രയും സിറ്റി റൈഡ്സിനെ വളരെയധികം ഫൺ ടു റൈഡും എൻജോയബിൾ ആക്കുന്നുണ്ട്. ഇനി ഹൈവേയിലോട്ട് വരുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ എഞ്ചിൻ കാഴ്ചവെക്കുന്നത്. ഈ വണ്ടിയിൽ ലോങ് റൈഡ്സ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും. ഒരു 80 km സ്പീഡിലൊക്കെ ഹൈവേസ് ക്രൂസിംഗ് ഒക്കെ വളരെ കംഫർട്ടബിളാണ്. 80ക്ക് മേലെ പോകുമ്പോൾ വണ്ടി അത്ര സ്റ്റേബിൾ അല്ലാതാവുന്നു. വിൻ ബ്ലാസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഇനി സസ്പെൻഷനിലും ബ്രേക്കിങ്ങിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ സൈഡാണ് സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹംസും നല്ല രീതിയിൽ തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. റൈഡറിന് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഫ്രണ്ട് സസ്പെൻഷൻ തരുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മോണോ സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പില്ലിയന് അത്ര കംഫർട്ടബിൾ അല്ല. നോർമലി ടിൻ സസ്പെൻഷൻ ആയിരിക്കും പില്ലിയൻ കംഫർട്ട് എൻഷുർ ചെയ്യുന്നത്. ഇനി ബ്രേക്കിങ്ങിലോട്ട് വരുമ്പോൾ വണ്ടിക്ക് സിംഗിൾ ചാനൽ ABS ആണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ 240 mm ഡിസ്ക് ബ്രേക്കും റിയറിൽ 130 mm ഡ്രം ബ്രേക്കുമാണ് വരുന്നത്.
റിയറിൽ അറ്റ്ലീസ്റ്റ് ഡിസ്ക് ബ്രേക്ക് ഓപ്ഷനായിട്ടെങ്കിലും ഹോണ്ട കൊടുക്കേണ്ടതായിരുന്നു. എനിവേ ഫ്രണ്ട് ഡിസ്ക് പാഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്കിൻ്റെ കാലിപ്പേഴ്സും ബ്രേക്ക് പാഡ്സും ആണ് നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്ന ബ്രേക്ക് പാഡാണ്. പക്ഷേ റിയറിലോട്ട് വരുമ്പോൾ ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്കിനെ റെസിപ്രോക്കറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും ഇൻ കേസ് ഓഫ് എൻ എമർജൻസി വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ റിയർ ബ്രേക്ക് നിങ്ങൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നതിൽ വണ്ടിയുടെ ബാലൻസ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ എല്ലാ സമയത്തും രണ്ട് ബ്രേക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യുക. ഇനി ടയേഴ്സിലോട്ട് വരുമ്പോൾ MRFിൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 80 സെക്ഷൻ്റെ ഫ്രണ്ട് ടയറും 100 സെക്ഷൻ്റെ റിയർ ടയറും വരുന്നുണ്ട്. രണ്ടും ട്യൂബ്ലെസ് ടയേഴ്സാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രൈ ഗ്രിപ്പാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ, പക്ഷേ വെറ്റ് ഗ്രിപ്പിലോട്ട് വരുമ്പോൾ എനിക്ക് അത്ര നല്ല കോൺഫിഡൻസ് ഈ ടയേഴ്സ് തരുന്നില്ല. അപ്പോൾ വൺസ് നിങ്ങൾ ഈ ടയർ വിയർ ഔട്ട് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ഗ്രിപ്പ് കിട്ടുന്ന ടയേഴ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ കോർണർ ചെയ്യാനൊന്നും ഈ ടയേഴ്സ് നിങ്ങൾക്ക് അത് കോൺഫിഡൻസ് തരുന്നില്ല. അതുകൊണ്ട് എഫേർട്ട് ഇട്ടുള്ള കോർണറിങ് ഈ വണ്ടിയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സീറ്റിലോട്ട് വരുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച സീറ്റ് തന്നെ ഇതിനെ പറയാം. നല്ല രീതിയിലുള്ള വിഡ്ത്തും ലെങ്ത്തും ഈ സീറ്റിന് കിട്ടുന്നുണ്ട്. റൈഡറിനായാലും പില്ലിയനായാലും നല്ല രീതിയിലുള്ള കംഫർട്ടിനാണ് കിട്ടുന്നത്. റൈഡറിനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കംഫർട്ട് കിട്ടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ സീറ്റിൻ്റെ കുഷൻ അത്ര പോരാ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു അഡീഷണൽ ഫോമോ ജെല്ല് കയറ്റുന്നത് കംഫർട്ട് കുറച്ചും കൂടി ബെറ്റർ ആകും. ഇനി ലൈറ്റ് മിറേഴ്സിലോട്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ബൾബാണ്. LED ഹെഡ്ലൈറ്റ് വരാത്ത ഒരു ഡ്രോബാക്കായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ സ്റ്റോക്ക് LED ലാമ്പ് ഏത് വണ്ടിയുടെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ വിസിബിലിറ്റി ഹാലജൻ ലൈറ്റിനേക്കാളും എപ്പോഴും വളരെ കുറവ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹാലജൻ ബൾബ് തന്നെയാണ് നൈറ്റ് വിസിബിലിറ്റിക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി വലിയ മോശമില്ല. നൈറ്റിൽ ഒരു 50-60 സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ മിറേഴ്സിൻ്റെ വിസിബിലിറ്റി ആയാലും പുറകിൽ നിന്ന് വണ്ടികളൊക്കെ കിട്ടുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് വലിയ രീതിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് അടിക്കുന്നില്ല. മിറർ വിസിബിലിറ്റിയും ഓക്കെയാണ്. ഇനി ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് ഷെഡ്യൂൾ അഥവാ സർവീസ് എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6000 കിലോമീറ്ററിലോ ആയിരിക്കും. എല്ലാ സർവീസിലും എഞ്ചിൻ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവും. വർഷത്തിലൊരിക്കൽ സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യണം. 1.5 വർഷത്തിലൊരിക്കൽ എയർ ക്ലീനർ റീപ്ലേസ് ചെയ്യണം. അതുപോലെ 2 വർഷത്തിലൊരിക്കൽ ബ്രേക്ക് ഫ്ലൂയിഡും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത്രയും മാത്രമേ വന്നുള്ളൂ ഈ വണ്ടിയുടെ റെഗുലർ റീപ്ലേസ്മെൻറ്റ് ഷെഡ്യൂൾ. സോ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി ലോ ആണെന്ന് തന്നെ പറയാം. പിന്നെ വണ്ടി നിങ്ങൾ പ്രോപ്പർ കെയർ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കടി സർവീസ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യവും വരത്തില്ല. ഇനി ഈ വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ്. ഹോണ്ട ക്ലൈം ചെയ്യുന്ന മൈലേജ് 55 ആണെങ്കിലും ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടിയിൽ 60ക്ക് മേലെ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു മോർ ദാൻ 80% സിറ്റീസിലാണ് ഈ വണ്ടി ഓടുന്നത്. എന്നാലും മൈലേജിന് ഇതുവരെ വലിയ ഡ്രോപ്പ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് തന്നെയാണ് യൂണിക്കോണും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഈ 2022 ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുക്കുന്ന ഹോണ്ടയുടെ തൊലിക്കെട്ടി എന്ന് പറയുന്നത് അപാരം തന്നെയാണ്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയർ ഡ്രം ബ്രേക്കിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു റിയർ ഡിസ്ക് ബ്രേക്ക് ഓപ്ഷനായിട്ടെങ്കിലും ഹോണ്ട കൊടുക്കേണ്ടതായിരുന്നു. ഇനി മൂന്നാമത്തേത് കുറച്ചും കൂടി ബെറ്റർ ഗ്രിപ്പുള്ള സ്റ്റോക്ക് ടയേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. യൂണിക്കോൺ 160 ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് യമഹ FC, ഹീറോ എക്സ്ട്രീം 160R, TVS അപ്പാച്ചി RTR 160, ബജാജ് പൾസർ 150 ഇതൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടി ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിന് ഒരു റിലയബിൾ ആയിട്ടുള്ള റിഫൈൻമെൻ്റ് ഉള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫാമിലി ആയിട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിക്കോൺ എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പോർട്ടി ലുക്കുള്ള കുറച്ചും കൂടി ബെറ്റർ ഫീച്ചേഴ്സ് ഉള്ള കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ബൈക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.3 lakhs റേഞ്ചിലാണ് വരുന്നത്. ഈ വരുന്ന ജൂലൈ 1 മുതൽ കുറച്ച് ബൈക്കുകളുടെ പ്രൈസ് ഹൈക്ക് ഉടനെ തന്നെ ഉണ്ടാവും. അതിൽ യൂണിക്കോൺ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അടുത്ത വീഡിയോയിൽ BSX യൂണിക്കോൺ 160 ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ പറ്റിയായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദാൻ റൈഡ് സേഫ്. ബൈ ബൈ.